ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 സബോള നീളത്തിലരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് ഇതുപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും അപാര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ വേണമെങ്കിലും ഇങ്ങനെ വെക്കുക, തേങ്ങ ഒഴിക്കാതെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കാം. ഞാനിവിടെ തേങ്ങയും കൂടി അരച്ചൊഴിക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. കടലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി, കറിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.